ഇപ്പോൾ ആരും ചക്ക ശരിക്കും പഴുത്തില്ലാന്നും പറഞ്ഞുകൊണ്ട് ചക്കയുടെ ഉണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് പഴുത്ത് നമ്മൾ കടിച്ച് തിന്നാൻ പറ്റുന്ന ഒരു പരിവാണ് കേട്ടോ. പിന്നെ അത് വെച്ചിട്ടാണ് ചക്ക ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ കുക്കറിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്, നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മുടെ ശർക്കര പാനി അത് ഞാൻ ഉരുക്കി ചേർക്കുന്നുണ്ട് കേട്ടോ. ശർക്കരപ്പാനിയൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ചിലപ്പോൾ മധുരം വേണ്ടാത്തവരായിരിക്കും, ചിലപ്പോൾ വേണവരായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അതിനകത്തേക്ക് ഞാൻ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ പിന്നെ വറുത്തിട്ടിടാം, ഞാനിപ്പോൾ വറുക്കാതെയാണ് ചേർക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഏലക്കയും ജീരകം കൂടി പൊടിച്ച് അതിനകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ പൊടി ചേർക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഞാൻ ആട്ടപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പോ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആട്ടയോ ഗോതമ്പാണ് അടിപൊളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചു. 10 മിനിറ്റ് ചെയ്താൽ വച്ചതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഇടനില എടുത്തിട്ടുണ്ട്. ഇടനില ചക്ക ഉണ്ടാക്കിയില്ലേ പിന്നെ എന്നാ അല്ലേ. അപ്പോൾ അന്നത്തെ എൻ്റെ ചക്ക ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ചില വാഴയില ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടനിലയിലാണ്. ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇലയുടെ മണം കൂടെ ആകുമ്പോൾ